ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വിഷയം ഹല്ലേലൂയ ആത്മമണ്ഡലം. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുവാൻ തക്ക ദൈവശക്തി ദൈവസഭകൾക്കുണ്ട്. ദൈവസഭകൾ എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് ആത്മീയ അനുഭവമുള്ള സഭ എന്നർത്ഥം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മമണ്ഡലം എന്നാൽ ആത്മീയ ഗോളം എന്ന്. ഹല്ലേലൂയ. ആത്മീയ ഗോളം എന്നാണ്. ആത്മലോകം എന്ന് പറയാം. ഒരു ആത്മീയൻ ആത്മലോകത്തിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. അതായത് ഹൃദയം ജഡീയ ലോകവുമായിട്ട് ബന്ധപ്പെടില്ല. ആത്മീയ ലോകമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം, ഹല്ലേലൂയ, ഹൃദയം എപ്പോഴും കർത്താവിനോട് കൂടെയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ലോകത്തിൻ്റെ ചിന്ത, കർത്താവിൻ്റെ ചിന്തയിലാണ് നമ്മുടെ ഹൃദയം ആയിരിക്കേണ്ടത്. ഹല്ലേലൂയ. അതായത് നമുക്ക് എത്ര കഴിയുമോ അത്രയും മാക്സിമം ആത്മമണ്ഡലത്തിൽ നിൽക്കണം. കർത്താവിനോട് ചേർന്ന് നിൽക്കണം നമ്മുടെ ചിന്താഗതികൾ. ഹല്ലേലൂയ. വചനമനുസരിച്ച് വചനപ്രകാരം നമ്മുടെ ചിന്ത നിൽക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന് ആത്മീയ ദാഹമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആത്മീകൻ ജഡീയ ലോകത്തിൽ പോകരുതെന്ന് പറഞ്ഞാൽ ഭൗതിക ലോകം, ഹല്ലേലൂയ, പിശാചിൻ്റേതാണ്. ഹല്ലേലൂയ. നശ്വര ലോകമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നശ്വര ലോകമാണ്. ആ ലോകവുമായിട്ട് നമുക്ക് ബന്ധമില്ല. അവിടെ നശ്വരമാണ്. സാത്താൻ്റെ ലോകമാണ്. അവിടെ സംഭവിക്കുന്നതൊക്കെയും ഹല്ലേലൂയ ജഡീകമാണ്, ചീത്തയാണ്, മ്ലേച്ഛതയാണ്, അങ്ങനെയുള്ള വിഷയങ്ങളാണ്. അതായത് പൈശാചിക വിഷയങ്ങളാണ് ജഡീക ലോകത്തിലുള്ളത്. ആ ജഡീക ലോകത്തിൽ പങ്കുകൊള്ളാതിരിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടത് ആത്മീയ ലോകത്തിൽ നിൽക്കണം. ആത്മീയ ലോകത്തിൽ നിൽക്കുവാൻ വേണ്ടി കൂടുതൽ പ്രാർത്ഥനയും ഉപവാസവുമാണ്. പ്രാർത്ഥനയും ഉപവാസവുമില്ലാതെ ഈ ജാതി വിട്ടുമാറില്ല. ജാതി എന്ന് പറയുന്ന സാത്താനെയാണ്. നാം ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് ഹല്ലേലൂയ കർത്താവുമായിട്ട് ചേർന്ന് പോകുന്നു, അഭിഷേകത്തിൽ വരുന്നു, ആത്മമണ്ഡലത്തിൽ പ്രവേശിക്കുന്നു എന്ന് കണ്ടാൽ ശത്രു വിടില്ല. അവൻ നമ്മോട് ചുറ്റി നിൽക്കും. ഹല്ലേലൂയ. അതാണ് ശത്രു. അത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കരുത്. അത് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. രാത്രിയുടെ യാമങ്ങളിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. ഇത് അഭിഷേകത്തിന് വേണ്ടിയുള്ളതാണ്. ആത്മമണ്ഡലത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. അത് ആത്മീയന് ഇതിലേക്ക് പ്രവേശിക്കാം. അതായത് പ്രാർത്ഥനയെന്ന് വെച്ചാൽ രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ബുദ്ധിശക്തി കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല അന്യഭാഷ. അന്യഭാഷ നാം ദൈവത്തോട് നേരെ സംസാരിക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അതിലിരുന്ന് നമ്മൾ ദാഹത്തോടു കൂടി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ആത്മമണ്ഡലത്തിൽ പ്രവേശിക്കാൻ കഴിയും, നിൽക്കാൻ കഴിയും. എന്നാൽ ആത്മമണ്ഡലത്തിൽ നിൽക്കാതിരിക്കുവാൻ കഴിയുന്നത് ഹല്ലേലൂയ അബ്രഹാം, ഹല്ലേലൂയ, അബ്രഹാമിന് അനുഗ്രഹമല്ല. നമ്മൾക്ക് പലരും പറഞ്ഞു കേൾക്കും അനുഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹമല്ല. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് അബ്രഹാമിൽ കൂടി. അപ്പോൾ വിശ്വാസം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്വന്തം മകനെ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കർത്താവ് പറഞ്ഞതനുസരിച്ച് യാഗം കഴിപ്പാൻ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നു. അതുപോലും അബ്രഹാം
ദൈവം പറയുന്നതിനെ വില കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ നാം ദൈവസന്നിധിയിൽ നിൽക്കുന്ന നമുക്കും പരീക്ഷയുണ്ട്. എന്നാൽ നമ്മൾ ഒരു വ്യക്തിക്ക്, അതായത് ഒരു ആത്മീയന് കഴിയുന്ന പരീക്ഷയെ നമുക്ക് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. ആ പരീക്ഷ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ, കഴിയുന്ന പരീക്ഷ. ഹല്ലേലൂയ. പരീക്ഷ എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, പരീക്ഷയിൽ പ്രവർത്തിക്കുന്നത് ശത്രുവാണ്, പൈശാചികനാണ്. അതായത് ഹല്ലേലൂയ, യോബിൻ്റെ പരീക്ഷയിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ചെറിയ പരീക്ഷയിലും പ്രവർത്തിക്കുന്നത് സാത്താനാണ്. എന്നാൽ അവൻ നമ്മളെ എങ്ങനെ വീഴ്ത്തുമെന്ന് നോക്കുക. അവൻ്റെ തന്ത്രം ഒന്നിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം, സന്തോഷമുള്ള കാര്യം, നമ്മുടെ വീക്ക്നെസ്, ഇവിടെയാണ് അവൻ പ്രവർത്തിച്ച് നമ്മളെ അവനിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മൾ അറിയാതെ അവനിലേക്ക് വീഴും. അതറിയാനുള്ള കഴിവുണ്ടായിരിക്കണം. അത് പരിശുദ്ധാത്മാവിൽ നിന്ന് കഴിഞ്ഞ്, പ്രാർത്ഥനയോടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളറിയും. എന്നാൽ പരീക്ഷയുടെ സമയത്ത് നാം ആണ് നമ്മെ നിയന്ത്രിക്കുന്നതേ. ഓർമ്മ വയ്ക്കുക, പരീക്ഷയിൽ ശത്രുവിനോട് പോരാടേണ്ടത് നാം ആണ്. അതിൽ പരീക്ഷയിൽ ജയം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടതെല്ലാം ചെയ്യും. അവൻ ശത്രുത്വ അടുക്കാൻ സമ്മതിക്കില്ല പരിശുദ്ധാത്മാവ്. എന്നാൽ നാം ചെയ്യുന്നത്, നാം ആ പരീക്ഷയിൽ ശത്രുവുമായിട്ട് അടുക്കുമ്പോൾ നാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ശത്രുവുമായിട്ട് അടുക്കുമ്പോൾ പരാജയപ്പെടുന്നത് മനസ്സിലാക്കുക. പരാജയപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തെയും മാമോനെയും സേവിക്കുകയാണ്. അതായത് ഒരു ആത്മീയൻ്റെ കാര്യമാണ് പറയുന്നത്. ദൈവത്തെയും മാമോനെയും സേവിക്കുകയാണ്. അങ്ങനെ സേവിക്കുമ്പോൾ ഉടനെ തന്നെ, ആ ദിവസത്തിൽ തന്നെ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മോട് ചാഞ്ഞു വരും, ദൈവം നമ്മുടെ അടുത്ത് വരും. എന്നാൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചു മാറി നിൽക്കും. പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായി ആത്മീകമായി ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദാഹത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവെ യേശുവേ എന്ന് വിളിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടാൽ ശത്രുവിനടുക്കാൻ പറ്റില്ല. എന്നാൽ നമ്മളത് ചെയ്യില്ല. നമ്മൾ ശത്രുവിൻ്റെ തന്ത്രത്തിൽ പെട്ട് കഴിയുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ശത്രുവിൻ്റെ തന്ത്രത്തിൽ പെട്ട് കഴിയുമ്പോൾ ദൈവത്തെയും മാമോനെയും സേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. പരീക്ഷയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കിട്ടാതെ ഇരിക്കും. വർഷങ്ങളായി പെന്തക്കോസ്തിൽ കിടക്കുന്നവർ, ആത്മീയരെന്ന് പറഞ്ഞ് കിടക്കുന്നവർ, പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചവർ, ഹല്ലേലൂയ, ഇന്നും കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ മറുപടി കിട്ടുന്നില്ല. കാരണം ആത്മമണ്ഡലത്തിലല്ല, അഭിഷേകത്തിലല്ല. ഇതാണ് പുതിയ നിയമം കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ എങ്ങനെ മറുപടി കിട്ടും? ഈ മറുപടി കിട്ടാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കിട്ടാതിരിക്കുന്നവർ ചെയ്യുന്നത് സഭകളിൽ ഓരോ പ്രത്യേക കാര്യങ്ങൾക്കും എല്ലാവരും ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൽ നിന്ന് മറുപടി കിട്ടാത്തവർ നിന്ന് പ്രാർത്ഥിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? അത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് മറുപടി കിട്ടണമെങ്കിൽ നാം ആത്മമണ്ഡലത്തിലായിരിക്കണം, കർത്താവിനോട് കൂടെയായിരിക്കണം. ഹല്ലേലൂയ. അതുപോലെ അഭിഷേകം, അതായത് കൃപാവരം പ്രാപിച്ചിരിക്കണം. എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് ഞാൻ, ഹല്ലേലൂയ, എൻ്റെ അനുഭവം വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. അപ്പോൾ മറുപടി കിട്ടും. ഹല്ലേലൂയ. ഇത് ഞാൻ തറപ്പിച്ചു പറയുന്നു, എൻ്റെ അനുഭവമാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോൾ, നാം അങ്ങനെ പെട്ടുപോയി കഴിയുമ്പോൾ, ഹല്ലേലൂയ, ശത്രുവിൻ്റെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകവുമായിട്ട്, ഹല്ലേലൂയ, ബന്ധമാകും. അതായത് ആത്മമണ്ഡലത്തിൽ നിന്നാൽ നമ്മുടെ ഹൃദയം എപ്പോഴും ആത്മമണ്ഡലത്തിൽ നിൽക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് കൂട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ലോകം നമുക്ക് അന്യതും പരദേശിയുമാണ്. നമ്മളിവിടെ അന്യനും പരദേശിയും. ഹല്ലേലൂയ. ഇവിടുത്തെ പാർപ്പിടമോ നമുക്ക് വഴിയമ്പലമാണ്, നമുക്ക് നിത്യതയാണ്. ഹല്ലേലൂയ.
നിത്യതയിൽ ഹല്ലേലൂയ ആണ് നമുക്ക്. ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. നാം ഭയപ്പെടേണ്ട, നമുക്ക് ജയമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇപ്പോൾ യുദ്ധവും യുദ്ധശ്രുതിയും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അന്ത്യനാളിനെ പറ്റി കർത്താവിനോട് യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, യുദ്ധവും യുദ്ധശ്രുതിയും. അത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയും കർത്താവിൻ്റെ വരവാണ്. ഇനിയും നമുക്ക് ഡേറ്റ് കിട്ടാത്ത ഒരു കാര്യം, അനേകർ രക്ഷയുടെ മാർഗത്തിലേക്ക് വരുവാനുണ്ട്. അവരെ കൊണ്ടുവരേണ്ടത് പെന്തക്കോസ്ത് സഭകളാണ്, ദൈവസഭകളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു വേണ്ടതെല്ലാം ദൈവം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൃപാവരം, അഭിഷേകം, ഹല്ലേലൂയ, കർത്താവിൻ്റെ സർവായുധ